കാർമേഘമൊഴിഞ്ഞു മാനം തെളിഞ്ഞു. നിലവിൽ സംസ്ഥാനത്ത് എവിടെയും മഴ മുന്നറിയിപ്പുകളില്ല. പച്ച, വെള്ള അലേർട്ടുകളാണ് ഇപ്പോൾ നിലവിൽ നിലനിൽക്കുന്നത്. എന്നാൽ അടുത്ത 3 മണിക്കൂറിനുള്ളിൽ കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, അതിനോട് ചേർന്ന മധ്യ കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ, തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, ആന്ധ്രാപ്രദേശ് തീരം, തെക്കൻ ഒഡീഷ തീരം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന്റെ കിഴക്കിന്റെ ഭാഗത്തായി അതിനോട് ചേർന്ന മധ്യ കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 65 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. അതേസമയം ആന്ധ്രാപ്രദേശ് തീരം, മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനോട് ചേർന്ന ഭാഗങ്ങൾ, വടക്കൻ തമിഴ്നാട് തീരം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. ക്രിസ്മസ്, പുതുവത്സര ദിനങ്ങൾ എത്തുന്നതോടെ തന്നെ പ്രകൃതിയും മനുഷ്യരുടെ സന്തോഷത്തിൽ പങ്കുചേരുകയാണെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത്. ഡിസംബറിൽ സാധാരണ മഞ്ഞു ലഭിക്കുമ്പോൾ ഇക്കുറി കേരളത്തിന് മഴ ഭീതി ഉണർത്തുകയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്നലെ മുതൽ മാനം തെളിഞ്ഞ് മഴ മാറി നിൽക്കുകയാണ്. അതേസമയം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ മഞ്ഞിൽ കുളിച്ച് തണുപ്പിൽ വിറങ്ങലിക്കുകയാണ്. ഈ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ കേരളത്തിൽ എപ്പോൾ തണുപ്പാകുമെന്നാണ് പലരുടെയും ചോദ്യം. ഈ ചോദ്യത്തിന് അധികം പ്രസക്തി ഉണ്ടാകില്ലെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകരുടെ അഭിപ്രായം. കാരണം കേരളത്തിൽ ഇതിനോടകം തന്നെ തണുപ്പ് തുടങ്ങിയിട്ടുണ്ടെന്നാണ് അവർ പറയുന്നതും. വടക്കൻ ജില്ലയിൽ ഉൾപ്പെടെ തണുപ്പ് തുടങ്ങിയതായാണ് കാലാവസ്ഥാ നിരീക്ഷകരുടെ അഭിപ്രായവും. രാവിലെയും രാത്രിയും മിക്കയിടങ്ങളിലും തണുത്ത കാറ്റ് വീശുന്നുണ്ട്. തെക്കൻ ജില്ലകളിലും താപനില താഴുന്നുണ്ട്. മൂന്നാറിൽ താപനില വീണ്ടും കുറഞ്ഞിരിക്കുകയാണ്. കുണ്ടല ഡാം 7 ഡിഗ്രി സെൽഷ്യസ്, മൂന്നാറിലാകട്ടെ 8.7 ഡിഗ്രി സെൽഷ്യസ്, കുപ്പാടിയിൽ 11.5 ഡിഗ്രി സെൽഷ്യസ്, വട്ടവട 11.6 ഡിഗ്രി സെൽഷ്യസ് എന്നിങ്ങനെയാണ് താപനില ഉണ്ടായിരിക്കുന്നത്. മഴ മാറിയതോടെയാണ് സംസ്ഥാനത്ത് തണുപ്പും പതിയെ തുടങ്ങിയിരിക്കുന്നത്. വയനാട്ടിലെ മിക്കയിടങ്ങളിലും 15 ഡിഗ്രി സെൽഷ്യസ് താഴെയാണ് താപനില. വടക്കൻ ജില്ലകളിലായ കണ്ണൂരിലും കാസർഗോഡും കുറഞ്ഞ താപനില 20 ഡിഗ്രി സെൽഷ്യസ് താഴെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിലെ മുളിയാറയിൽ 19.9, പാണത്തൂർ 17.2, പീലിക്കോടിൽ 19.2 എന്നിങ്ങനെയാണ് താപനില രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം സൗദി അറേബ്യയിലെ മിക്ക പ്രദേശങ്ങളിലും ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴ തുടരാൻ സാധ്യതയുള്ളതിനാൽ തന്നെ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് സൗദി ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഡിഫൻസ് അറിയിച്ചു. മലവെള്ളപ്പാച്ചിലിന് സാധ്യതയുള്ള താഴ്വാരങ്ങളിലേക്ക് പോകുന്നതും ഇത്തരം പ്രദേശങ്ങളിൽ നീന്തുന്നതും ആളുകൾ ഒഴിവാക്കണമെന്നും ഡയറക്ടറേറ്റ് പുറത്തിറക്കിയ മാർഗനിർദ്ദേശങ്ങളിൽ അറിയിച്ചിട്ടുണ്ട്. വിവിധ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയ ചാനലുകളിലും പങ്കിടുന്ന സുരക്ഷാ മാർഗനിർദ്ദേശം പാലിക്കേണ്ടതിന്റെ പ്രാധാന്യവും അധികൃതർ ഊന്നി പറഞ്ഞു. ജിദ്ദ, മക്ക, ബഹ്റ, അൽ ജമൂർ, അൽ കാമിൽ തുടങ്ങിയ നഗരങ്ങളിൽ ഉൾപ്പെടെയുള്ള മിക്ക മേഖലകളിലും നേരിയതോ മിതമായതോ ആയ മഴ ലഭിക്കുമെന്നും പ്രതീക്ഷിക്കുന്നതായും അധികൃതർ അറിയിച്ചു. ഇത് വെള്ളപ്പൊക്കം, ആലിപ്പഴ വർഷം, ശക്തമായ കാറ്റ് എന്നിവയ്ക്ക് കാരണമാകും. ശക്തമായ കാറ്റിൽ പൊടിപടലങ്ങൾ ഉയർന്ന് അന്തരീക്ഷത്തിലെ കാഴ്ച പരിമിതി വലിയ തോതിൽ കുറയ്ക്കാൻ സാധ്യതയുള്ളതിനാൽ തന്നെ വാഹനങ്ങൾ ഓടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും വാഹനങ്ങൾ തമ്മിൽ ശരിയായ രീതിയിൽ അകലം പാലിക്കണമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.